ശ്രീലെ, നമ്മുടെ BJP കൗൺസിലർ സുഗതൻ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ്. സുഗതനെ അറസ്റ്റ് ചെയ്തതിൽ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം BJP നടത്തിയ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസ് മാർച്ച് അതിന്റെ ഏറ്റവും ശക്തമായ തെളിവാണ്. കാരണം കടൽ പോലെ ജനസമുദ്രമായിരുന്നു. BJP പ്രവർത്തകർ മാത്രമല്ല, ഈ വാഴോട്ടുകുളം വാർഡിലെ ഏതാണ്ട് ഒട്ടുമുക്കാൽ ജനങ്ങളും ആ മാർച്ചിൽ പങ്കെടുത്തു, സ്ത്രീ പുരുഷ ഭേദമന്യേ. അങ്ങനെ വലിയ ഒരു പ്രതിഷേധം പോലീസിനെതിരെ ഉയരുകയാണ്. ഈ സുഗതൻ ഇപ്പോൾ റിമാൻഡിലാണെങ്കിലും കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് നിയമപരമായ എല്ലാ കാര്യങ്ങളും സുഗതന് വേണ്ടി ഞങ്ങൾ ചെയ്യും, സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സുഗതനെതിരെ ചുമത്തിയിരിക്കുന്ന ഈ കേസുകൾ പിൻവലിക്കപ്പെടുമോ? ഈ വിഷയത്തിൽ സത്യസന്ധവും സുതാര്യവുമായ ഒരു അന്വേഷണം നടക്കുമോ? ഈ സുഗതനെ പെടുത്താനുള്ള ഗൂഢാലോചന സംബന്ധിച്ച് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് ശ്രീലയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? തീർച്ചയായും സുഗതനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം ഉണ്ടായി, സുഗതൻ കാപ്പ കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തു, ആകാശത്തേക്ക് വെടിവെച്ചു എന്ന സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ അന്വേഷണം വളരെ പ്രധാനമായി ഞാൻ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ആ കേസ് ഡീറ്റെയിൽസ് എടുത്തു. അതിൽ എനിക്കൊരു 6 കേസിന്റെ ഡീറ്റെയിൽസ് 2012 ഒരു കേസും അതിനുശേഷമുള്ള 2019 ശേഷമുള്ള 6 കേസുകളും ആണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് 2019 ശേഷം സുഗതനെ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേസുകൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഈ കേസുകളിൽ വധശ്രമം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പാനിക്കാവും. എന്തുകൊണ്ടാണ് വധശ്രമം ചാർജ് ചെയ്തത് അല്ലെങ്കിൽ വധശ്രമം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോ ഈ കേസുകളിലെല്ലാം തന്നെ ഒരു സമാന സ്വഭാവമുള്ള കേസുകളാണ്. അതിൽ ചില 2014 കേസുമായി ബന്ധപ്പെട്ട് ആ ആളെ തടഞ്ഞു നിർത്തി, അതായത് തലയ്ക്ക് മുകളിലേക്ക്, കഴുത്തിന് മുകളിലേക്ക് എന്തെങ്കിലും തരത്തിൽ നമ്മൾ ആക്രമിച്ചു എന്ന് കണ്ടാൽ തന്നെ വധശ്രമം ചാർജ് ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ മുഖത്തടിച്ചു, മുഖത്ത് ആക്രമിച്ചു, മുഖത്ത് പിടിച്ചു, കഴുത്തിന് പിടിച്ചു, കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വധശ്രമ കേസ് ചാർജ് ചെയ്യും. അങ്ങനെ സ്വാഭാവികമാണ്. കഴുത്തിന് മുകളിൽ മുറിവുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും വധശ്രമം ചാർജ് ചെയ്യും. അതിന് മാരകായുധങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലുമില്ല. വെറുതെ കുത്തിപ്പിടിച്ചാൽ പോലും, നല്ലൊരു മുറിവുണ്ടായാൽ പോലും അത് സംഭവിക്കുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം സുഗതനെ കൃത്യമായി കോർണർ ചെയ്യാനും സുഗതനെ കൃത്യമായി തന്നെ പ്രതി ചേർക്കാനുമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൽ കേസുകൾ, അതായത് ഇപ്പൊ തന്നെ നമുക്കറിയാം, സുഗതൻ ഈ കേസിൽ പ്രതിയായി കാപ്പ ചുമത്തി കഴിഞ്ഞു തന്നെ സുഗതനെതിരെ 2 കേസ് ചാർജ് ചെയ്തു. പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ്. കാരണം പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് അറിയാൻ സ്വയരക്ഷയ്ക്ക് തോക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടിയാണ് സുഗതനെ ഇപ്പോൾ അങ്ങനെ ഒരു കേസ് പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങൾ എവിടെ നല്ലൊരു അഭിഭാഷകൻ കേസ് നടത്തിയാൽ വളരെ കൃത്യമായി തന്നെ, ഇപ്പോ പ്രാരംഭഘട്ടത്തിലായതുകൊണ്ട് അതിന്റെ എവിഡൻസ് പരിശോധിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ സുഗതനും ഇതിന്റെ അപകടം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന സുഗതനെതിരെ ഇത്രയധികം കേസുകൾ വന്നപ്പോൾ ഒരുപക്ഷെ സുഗതൻ ഇത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടായ കേസുകൾ ആയതുകൊണ്ട് ഇതിനെ പ്രതിരോധിച്ചിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാപ്പ ചുമത്താനുള്ള നീക്കമാണ് എന്ന തരത്തിൽ സുഗതൻ ഒരിക്കലും ഒരുപക്ഷെ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. BJPയോ സുഗതനോ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടായിട്ടില്ല. തന്നെ ഇത് കാപ്പ ചുമത്തുമെന്ന് കരുതിയിരുന്നു. CPM ഒരാളെ ടാർഗറ്റ് ചെയ്താൽ CPMലെ ഏതെങ്കിലും ഒരു ഘടകം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, പത്രപ്രവർത്തകരാണെങ്കിലും ഏത് വിഭാഗത്തിലാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും എഞ്ചിനീയർമാരാണെങ്കിലും അവരൊരാളെ ടാർഗറ്റ് ചെയ്താൽ അതിന് പറ്റുന്ന എല്ലാ രീതിയും അവർ ഉപയോഗിക്കും. അനുഭവസ്ഥ കൂടിയാണ് ഞാൻ, പത്രപ്രവർത്തന രംഗത്ത് നിന്നുള്ള ഒരു അനുഭവസ്ഥയാണ് ഞാൻ. ഒരു രീതിയിലും കയ്യിൽ കിട്ടാത്തതുകൊണ്ട് 1 മിനിറ്റ് എങ്കിലും അവരോടൊപ്പം പോയിരുന്ന ഒരു ചായയെങ്കിലും ഞാൻ കുടിച്ചിരുന്ന ഞാൻ പെട്ടുപോയിരുന്നു. എനിക്ക് വ്യക്തമായ ധാരണ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എന്നെ പിടികിട്ടാത്തതുകൊണ്ട് മാത്രമായിട്ടോ, ഇല്ലെങ്കിൽ കൊന്നു കളഞ്ഞേനെന്ന് എനിക്ക് നന്നായി അറിയാം. ഏതെങ്കിലും രീതിയിൽ എന്നെ തകർത്തേനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ BJP പ്രവർത്തകർ അതീവ ജാഗ്രതയോടുകൂടി വേണം. ഇത്തരം കേസുകളിൽ പോലും പെട്ടാൽ ആ കേസുകളെ ഉടനെ തന്നെ അതിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് വളരെ ജാഗ്രതയോടുകൂടി ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്.
ഈ സുഗതന്റെ കേസിൽ സംഭവിച്ചിട്ടുള്ളത് അതാണ്. സുഗതന്റെ കേസിൽ കഴിഞ്ഞ കുറെ നാളുകളായി നിരന്തരം സുഗതൻ കേസിൽ ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ ഈ വെള്ളക്കടവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ എന്താണ് സംഭവിച്ചത്. ഒരു അതിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. അതായത് ശ്രീല പറഞ്ഞല്ലോ 2012 ഒരു കേസ് ഉണ്ടായിരുന്നു. അതിനുശേഷം 2019 പിന്നെ ഈ കേസുകളുടെ പെരുമഴ സുഗതന് നേരെ ആരംഭിക്കുന്നത്. അതിൽ 2019 തൊട്ട് സുഗതനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ കാരണം അന്ന് 19 അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന VK പ്രശാന്ത് MLA, ഇപ്പോൾ അദ്ദേഹം മുൻ MLA ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് എന്ന് പറയപ്പെടുന്നു. BJP അങ്ങനെ ആരോപിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വീണ്ടും പുറത്തു വന്നു. നേരത്തെ സുഗതൻ റെക്കോർഡ് ചെയ്ത് അത് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ട ഒരു വീഡിയോ ആണ്. അതായത് വട്ടിയൂർക്കാവിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ സർക്കാർ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ആ സിവിൽ സ്റ്റേഷന്റെ പുറത്തു നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള കെട്ടിടം, ഫിനിഷ് ചെയ്ത കെട്ടിടം, എല്ലാം പൂശി പെയിന്റൊക്കെ അടിച്ച് ബോർഡെല്ലാം വെച്ച് നല്ല ഭംഗിയുള്ള കെട്ടിടം. പക്ഷെ അതിനകത്ത് കയറിയാൽ നമ്മൾ അന്തം വിട്ടുപോകും. അവിടെ അകത്ത് പൂശിയിട്ടില്ല, വാതിലുകൾ ഇട്ടിട്ടില്ല, ബാത്റൂമിന്റെ പണിയൊന്നും ചെയ്തിട്ടില്ല, തറ ടൈൽസും തറയോടും മറ്റുമൊക്കെ ഇട്ട് തറ ശരിയാക്കിയിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആ സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പിന് മുമ്പേ നടത്തണം. അതായിരുന്നു VK പ്രശാന്തിന്റെ ഉദ്ദേശം. എന്നിട്ട് അത് തന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ കൊണ്ടുവരണം. BJP ഇത് ഈ കാര്യം ആരോപിച്ചുകൊണ്ട് സുഗതന്റെ ആ പഴയ വീഡിയോ, സുഗതൻ ഇങ്ങനെ അകത്ത് പോയി, കൗൺസിലറായ സുഗതൻ അകത്ത് പോയിട്ട് ഈ വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു. ഈ മിനി സിവിൽ സ്റ്റേഷന്റെ പരാധീനതകളും അപൂർണതകളും ഈ പണി പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളും ഒക്കെ. ഇത് VK പ്രശാന്തിന് വലിയ നാണക്കേടായി മാറി. VK പ്രശാന്തിന് വലിയ ദേഷ്യം ഇക്കാര്യത്തിൽ ഉണ്ടായി. അങ്ങനെയാണ് ഈ വെള്ളക്കടവ് ക്ഷേത്രത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അവിടെ പോലീസ് ഇടപെടുന്നതും നാട്ടുകാർ വിളിച്ചതനുസരിച്ച് കൗൺസിലർ കൂടിയായ, ജനപ്രതിനിധി കൂടിയായ സുഗതൻ അവിടെ എത്തുന്നതും. ഇതാണ് അവിടെ സംഭവിച്ചത് എന്ന് BJP പറയുന്നതിൽ വാസ്തവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ വീഡിയോ വീണ്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കഥ കൂടി അണിയറയിൽ, ഇങ്ങനെ ഒരു ചരിത്രം കൂടി അണിയറയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രീലയ്ക്ക് ഇതും കൂടി പരിഗണിച്ചുകൊണ്ട്, ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് മറ്റ് വിശകലനങ്ങളിലേക്ക് പോകാം. തീർച്ചയായും ഈ വിഷയത്തിന് ശേഷം, അതായത് 2019 ശേഷം 2 തവണ സുഗതനെ കാപ്പ കേസിൽ മറ്റേ നാട് കടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 2 തവണ 2 പോലീസുകാർ, 2 SHOമാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയുടെ താഴെ ആരോ പറയുന്നുണ്ട് കളക്ടറാണ് കാപ്പ ചുമത്തുന്നത്. കളക്ടർ വെറുതെ ഇരുന്ന് കാപ്പ ചുമത്തുന്നതല്ല. അത് SHO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, കമ്മീഷണർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ കാപ്പ ചുമത്തുന്നത്. അപ്പോൾ അത്തരം ഡീറ്റെയിൽസുകൾ കളക്ടർക്ക് ഇത് വെരിഫൈ ചെയ്യാനോ, നിയമപരമായി കളക്ടർക്ക് ഇത് വെരിഫൈ ചെയ്ത ഓരോ വിഷയങ്ങളൊന്നും നോക്കാനുള്ള സമയം ചിലപ്പോൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പോലീസുകാരെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന കാര്യത്തിലേക്ക് കളക്ടർ എത്തിച്ചേർന്നിട്ടുണ്ടാവും. അപ്പോ നേരെ മറിച്ച് ഈയിടെയാണ് നമ്മൾ തൃശ്ശൂരെ മറ്റൊരു കളക്ടർ 3 പേരെ കാപ്പ ലിസ്റ്റിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോ അപ്പൊ CPM ഇത് സ്വാഭാവികമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അനുമോൾ എന്ന് പറയുന്ന കളക്ടറാണെന്ന് തോന്നുന്നു. അവർ 3 പേരെ കാപ്പ ലിസ്റ്റിൽ ചേർക്കാൻ, അവർ വെറുതെ അടിപിടി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാപ്പ ലിസ്റ്റിൽ ചേർക്കാൻ കഴിയില്ല എന്ന് അവർ പറയുകയും ആ 3 പേരെ റിജക്ട് ചെയ്യുകയും ചെയ്ത സംഭവം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ CPM ഇറങ്ങുന്നതിന് മുമ്പ്, അതായത് CPM ഇവിടെ നിന്നും ഭരണത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് പ്രതി ചേർക്കേണ്ടവരെയും അല്ലെങ്കിൽ കാപ്പ ലിസ്റ്റിൽ പെടുത്തേണ്ടവരെയും പെടുത്തി ലിസ്റ്റ് ഉണ്ടാക്കി നേരത്തെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ച ശേഷമാണ് പോയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ പിന്നാലെ ഓടുക തന്നെയാണ് ഇവിടുത്തെ UDF സർക്കാരും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ കാപ്പ ചുമത്തുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എങ്ങനെയാണ് കാപ്പ ചുമത്തുക എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തതയില്ലായ്മ പലപ്പോഴും ഉണ്ട്. ഒരു 7 വർഷത്തിനുള്ളിൽ 5 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസ്, അല്ലെങ്കിൽ 1 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന 2 കേസുകൾ, അല്ലെങ്കിൽ വിചാരണയിലുള്ള 3 കേസുകൾ, ഇങ്ങനെയുള്ളവരെയാണ് സാധാരണഗതിയിൽ കാപ്പ ലിസ്റ്റിൽ പെടുത്തുക. അതുകൂടാതെ കൊട്ടേഷൻ, അതായത് പണം വാങ്ങി കൊട്ടേഷൻ നടത്തണം. പണം വാങ്ങി കൊട്ടേഷൻ, ഗുണ്ടാ പ്രവർത്തനം, അനധികൃത മദ്യക്കച്ചവടം, മണൽ ലഹരി മാഫിയ, ബ്ലേഡ് പലിശ, വ്യാജ നോട്ട് നിർമ്മാണം തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇവരെ ആദ്യം ഗുണ്ട അല്ലെങ്കിൽ റൌഡി ലിസ്റ്റിൽ പെടുത്തണം. അങ്ങനെ പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ പേരുള്ളവരും മുമ്പ് കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വിധേയരായിട്ടുള്ളവരും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് കാപ്പ ചുമത്തുന്നത്. ഇത്തരം കുറ്റവാളികൾ, അതും പോലീസ് സ്വമേധയാ എടുക്കുന്ന കേസുകൾക്ക്, പോലീസ് ഒരു സ്ഥലത്ത് പോയി അടിയുണ്ടായി അവിടെ സ്വമേധയാ എടുക്കുന്ന കേസുകൾക്ക് കാപ്പ ചുമത്താൻ കഴിയില്ല പോലീസുകാർക്ക്. അതിന് പരാതിക്കാരൻ ഉണ്ടാവണം. അങ്ങനെ ഈ കാപ്പ ചുമത്തുന്നതിന് പല കാര്യങ്ങളുമുണ്ട്. മാത്രമല്ല ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള കാര്യങ്ങളും ഒന്നും തന്നെ സുഗതന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പെട്ടെന്ന് കഴിഞ്ഞ് തിങ്കളാഴ്ച കാപ്പ ചുമത്തുന്നു. അടുത്ത ദിവസം സുഗതനെ പോയി വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവരുന്നു. സുഗതന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണ് എന്ന്. സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണെന്ന് സുഗതന് മനസ്സിലാക്കുകയും പിന്നീട് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ജയിലറുടെ നേതൃത്വത്തിലാണ് കാപ്പ കേസിൽ പ്രതിയാണ് എന്നുള്ളതിന് നോട്ടീസ് കൈമാറുന്നു പറഞ്ഞു. സത്യത്തിൽ ഗുരുതരമായ ലംഘനങ്ങൾ, പല ലംഘനങ്ങളും, മനുഷ്യാവകാശ ലംഘനങ്ങളും ഇതിൽ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ വളരെ ഭംഗിയായി കേസ് നടത്തേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴും ഞാൻ പറഞ്ഞ ദൃശ്യങ്ങളിലെ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുമ്പോൾ ആകാശത്തേക്ക് വെടിവെക്കേണ്ട സാഹചര്യമില്ല. അതിൽ തന്നെ CI വിപിൻ കാണിച്ചത് CI വിപിന്റെ വൈരാഗ്യം തീർക്കാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ലഭിച്ച കുറിപ്പുണ്ട്. ആ കുറിപ്പിൽ 6 കേസുകളുടെ വിവരം മാത്രമേ ഉള്ളൂ. ഇവർ പറയുന്ന 12 കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ്. ആ 6 കേസുകളുടെ വിവരങ്ങളിൽ തന്നെ 2 നോട്ടീസുകൾ അത് കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. ബാക്കിയുള്ള 4 കേസുകളാണ്. 2 കേസുകളുടെ FIR മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. 2 കേസുകൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസുകളുടെ കാര്യത്തിൽ പോലും, കേസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ കാര്യത്തിൽ പോലും അല്ലെങ്കിൽ ഒരു വ്യക്തത ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ സുഗതനെ മനഃപൂർവ്വം കാപ്പ കേസിൽ പെടുത്തിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഒരു 100% ഉറപ്പാണ്. CPMന്റെ ഭരണം CPMന്റെ ഭരണം ഇല്ലാതായിരിക്കുന്നു. അത് 2 സ്ഥലത്തും, അതായത് സംസ്ഥാനത്തും തിരുവനന്തപുരം കോർപ്പറേഷനിലും. അപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതികൾ ഒന്നൊന്നായി രാജേഷ് പുറത്തു കൊണ്ടുവരുന്നു. ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം CPM നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നു. എല്ലാവരും കേസിൽ പ്രതിയാകുമെന്ന കാര്യത്തിലും ഒരു സംശയമില്ല. അപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, റഹീം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തി. 74 കേസുകളാണ് റഹീമിന്റെ പേരിലുള്ളത്. വഴി തടഞ്ഞതും, ഔദ്യോഗിക കൃത്യപ്രമാണം തടസ്സപ്പെടുത്തിയതും, അധ്യാപികയെ ആക്രമിച്ചതും. അപ്പൊ കാപ്പ കേസിൽ പെടുത്തേണ്ട പ്രതിയല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ പറയപ്പെടുന്ന സുഗതന് കാപ്പ കേസിൽ പെടാമെങ്കിൽ അങ്ങനെ ഒരു കാപ്പ കേസിൽ പെടാവുന്ന പ്രതി തന്നെയാണ് റഹീം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ എല്ലാം ഈ പറയപ്പെടുന്ന മുഴുവൻ നേതാക്കന്മാർക്കും, മുഴുവൻ CPMന്റെ പ്രവർത്തകർക്കും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള കേസുകളുണ്ട്. എന്തുകൊണ്ടാണ് IP ബിനുവിനെ ഇതുവരെ കാപ്പ കേസിൽ പെടുത്താത്തത്? എന്തുകൊണ്ടാണ് കാപ്പ ലിസ്റ്റിൽ പെടുത്താത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ പിന്നെ കേസിൽ പെടുത്താത്തത്? അറിയപ്പെടുന്ന ഗുണ്ടയാണ് ഈ സുഗതൻ എന്ന് പറയുന്ന ആളെ. ഗുണ്ടയാണെന്നും സുഗതൻ എന്ന് പറയുന്ന ഒരാളെ IP ബിനുവിനെ കേരളം മൊത്തം എല്ലാവർക്കും അറിയാം ഗുണ്ടയാണെന്ന്. അറിയില്ലേ? ഈ സുഗതൻ ആരാണെന്ന് സത്യത്തിൽ സുഗതൻ ഒരു നല്ല മൈലേജ് ആണ് ഉണ്ടായത്. കോടതിയിൽ നിന്ന് നീതി കിട്ടിയാൽ സുഗതൻ നല്ല ഒന്നാം തരം ഒരു നേതാവായി എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം BJPക്ക് ഒരു MLA സ്ഥാനാർത്ഥിയെ കിട്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. കാരണം സുഗതനെ സംബന്ധിച്ച്, സുഗതന്റെ നാട്ടിലെ ജനങ്ങൾ സുഗതന് കൊടുക്കുന്ന സപ്പോർട്ട് അത് വലുതാണ്. അവിടെ ഓരോരുത്തരും പറയുന്നുണ്ട്, ജനങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ട് സുഗതനെ മനഃപൂർവ്വപ്പെടുത്തിയതാണ്. അപ്പൊ ജനങ്ങൾക്ക് സുഗതനെ വിശ്വാസമുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൽ നിന്ന് വളരെ വ്യക്തവും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിൽ CPMന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ പെടുന്നവരെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ആരുടെയൊക്കെ പേരുകൾ എവിടെയൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും BJP നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ വിഷയം നേരിട്ട് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയുന്നുണ്ട്, നമ്മൾ ഇന്നലെ വാർത്ത ചെയ്തപ്പോ പലരും പറയുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ എന്ന്. വളരെ വൈകി ഇന്നലെയാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി വന്നത്. ഇന്നലെ ആ വിഷയത്തിൽ തോന്നുന്നു ക്ലാരിഫിക്കേഷൻ. കേസുകൾ, സത്യം പറഞ്ഞ കേസുകളുടെ ഡീറ്റെയിൽസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കൃത്യത ആർക്കുമില്ല. എനിക്ക് തോന്നുന്നു സുഗതന് പോലും ഇത് അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു താമസം വന്നത്. CPM വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്നതാണ് അതൊക്കെ. നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് നോട്ടീസ് ഈ ആളിന് കൊടുക്കാതെ നോട്ടീസ് ഇഷ്യൂ ചെയ്തതായിട്ട് രേഖകൾ ഉണ്ടാക്കും. അങ്ങനത്തെ എല്ലാ കള്ളത്തരങ്ങളും കാണിക്കാൻ തന്ത്രം. നമുക്ക് തീർച്ചയായിട്ടും ഇത് ഇനി കോടതിയിൽ നിന്നാണ് ഈ കാര്യത്തിൽ നടപടികൾ ഉണ്ടാകേണ്ടത്. കോടതിയിൽ നിന്ന് സുഗതന് നീതി ലഭിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.